പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി കൊടുത്ത MLA സ്ഥാനം കൂടി ഒഴിയണ്ടേ എന്നതാണ് ചോദ്യം. ജിമ്മി, ഈ ഡിസംബർ 4 രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് MLA സ്ഥാനം ഒഴിയണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ട് പ്രസ്താവനയും മറ്റുമൊക്കെ ഇറക്കുന്ന ഒരു ദിവസം. അത് മാത്രമല്ല ഡിസംബർ 4 പ്രത്യേകത എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക വാട്ടർഷെഡ് മൂവ്മെൻറ്റാണ്. ഒരു സ്ത്രീപീഡന കേസിൽ സ്ത്രീയുടെ പരാതി ഉണ്ടെങ്കിൽ MLA സ്ഥാനം ഒഴിയണമോ രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളതിൻ്റെ കേരളത്തിൻ്റെ ഇതുവരെയുള്ള ഉത്തരം രാജിവെക്കണ്ട എന്നുള്ളതാണ്. എൽദോസ് കുന്നപ്പള്ളി, മുകേഷ്, വിൻസെൻ്റ് നമ്മുടെ ഇപ്പോഴുള്ളത്. അതിനു മുമ്പ് ഗാർഹിക പീഡന പരാതിയുടെ പേരിലാണെങ്കിലും വളരെ ക്രൂരമായ പീഡനത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് KB ഗണേഷ് കുമാറിൻ്റെ മുൻ ഭാര്യ കൊടുത്ത ഒരു പരാതി, അതിനെക്കുറിച്ച് അച്ഛൻ R ബാലകൃഷ്ണപിള്ള പരസ്യമായി പറഞ്ഞ പരിപാടി, അതിന് പുറകോട്ട് പോയാൽ പിന്നെ ഒരു മന്ത്രി, ഒരുപാട് കേരള രാഷ്ട്രീയത്തിൽ ഈ സ്ത്രീ പീഡന പരാതികൾ ഏറ്റുവാങ്ങിയ ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവരുടെ ആരുടെയും രാജി ഇതുവരെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രതിപക്ഷമായാലും സ്വന്തം പാർട്ടി എന്നാലും അങ്ങനെ ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ന് കാലം മാറുകയാണ്. ഇയാൾ രാജിവെച്ചേ പറ്റൂ എന്നുള്ളൊരാവശ്യം കഴിഞ്ഞ 2 മാസം മുമ്പായിരുന്നെങ്കിൽ എതിർപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ ആളുകൾ കുറച്ച് പേര് പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും പറയുകയും ഇന്ന് കേരളം മുഴുവൻ ഒരു കൺസെൻസസിൽ നിൽക്കുകയാണ്, MLA സ്ഥാനം ഒഴിയണം. ശരി, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഒഴിയണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇനി ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. രാഷ്ട്രീയ പാർട്ടികൾ അതിന് തയ്യാറാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനിയും ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ നിങ്ങൾ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇത് വളരെ ക്രൂരമായ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെ ഗൗരവത്തിൽ കണ്ട് അങ്ങനെ ഒരു ആരോപണമേറ്റാൽ ആ ആരോപണം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ വന്ന ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്നാണല്ലോ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അയാൾ MLA സ്ഥാനം ഒഴിയണം എന്നുള്ളതാണ് ഇന്നത്തെ കൺസെൻസസ് എങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാവരും അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ തയ്യാറാണെങ്കിലും അല്ലെങ്കിലും ബൈ ഡിഫാക്റ്റോ നിങ്ങളെല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞു. ഇനി ഇതൊരു രാജി അനിവാര്യമാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. MLA പദവി എന്തെങ്കിലും ജനപ്രതിനിധിയുടെ പദവി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ രാജിവെക്കുകയും വേണം. ഇതാണ് കൺസെൻസസ്. ഈ കൺസെൻസസ് ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചിട്ടുണ്ട്. മറന്നു പോകരുത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2, ഈ പരാതികൾ പാർട്ടി പരിഗണിക്കുന്ന ഒരു പ്രത്യേക രീതി, ഒരു പ്രത്യേക സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് CPMൻ്റെ 2 പരാതികൾ പാർട്ടി കോടതിയിലേക്ക് വിട്ടുവന്ന് അഭിമാനത്തോടു കൂടി പാർട്ടി നേതാക്കൾ തന്നെയാണ് പറഞ്ഞത്. അത് പാലക്കാട്ടെ പരാതി വന്നപ്പോൾ, ശശിക്കെതിരായ പരാതി വന്നപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി തന്നെയാണ് പറഞ്ഞത്. അത് പാർട്ടി അത് പരിഗണിക്കുന്നുണ്ട്, പാർട്ടിക്ക് ആ പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പരസ്യമായിട്ടാണെന്ന് അന്വേഷണ കമ്മീഷനെ വെച്ചതല്ല. അതിനു മുമ്പ് മറ്റൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ പേരിൽ CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണൂരിലെ നേതാവ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം എന്താ സംഭവിച്ചത്? 2 ശശിമാരും 2 പ്രധാനപ്പെട്ട പദവികളിലേക്ക് പാർട്ടിയിൽ തന്നെ ശക്തമായി തിരിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ അതിനും നമ്മളിന്ന് അവസാനം കാണുകയാണ്. ഒരു പരാതി കിട്ടിയാൽ അത് അപ്പോൾ തന്നെ നിങ്ങൾ പോലീസിന് കൈമാറണം എന്നുള്ളതും സമ്മതിച്ചിരിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. KPCC ഇന്നലെ ഈ കാര്യം സംബന്ധിച്ച് ഞങ്ങൾ അപ്പോൾ തന്നെ പരാതി കിട്ടിയത് പോലീസിന് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു, സാറേ ഇതിന് മുമ്പ് കിട്ടിയ പരാതിയോ? അത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞു അനേകം പരാതികൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദ്യം, അന്നെന്താ കൈയായിരുന്നത്? അത് CPM ചെയ്തില്ലല്ലോ. ശരിയാണ്, CPM പരാതികളെല്ലാം പാർട്ടി സംവിധാനത്തിൽ ഞങ്ങൾ പരിഗണിച്ചു എന്ന് പറയുകയും അവസാനം പോലീസിൽ പരാതി വരുമ്പോൾ, കേസ് വരുമ്പോൾ പാർട്ടി ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. അവസാനം പാർട്ടി എന്ത് ചെയ്തു? ഒരു നടപടിയെടുത്തു. അതിനുശേഷം അവരെയൊക്കെ തിരിച്ച് വലിയ പദവികളിലേക്ക് ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ 2 കാര്യങ്ങളിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ. വാശിയുടെ പുറത്ത് വാശിയുടെ പേരിലാണെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങളെല്ലാവരും സമ്മതിച്ചിരിക്കുന്നു. ഒന്ന്, ഒരു വളരെ ഗൗരവമായ ഒരു പരാതിയാണ് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം എന്നുള്ളത്. അതുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. സസ്പെൻഷൻ പോലും പോരാ, പുറത്താക്കണം. ജനപ്രതിനിധിയാണെങ്കിൽ രാജിവെക്കണം. 2, പാർട്ടിയിൽ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ഇനി നിങ്ങളുടെ പാർട്ടി കോടതിയും പാർട്ടിയിലെ കോൺഗ്രസിന് കോടതിയാണെന്ന് അറിയില്ല, കോൺഗ്രസിൽ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അതങ്ങടുത്ത് ഭരണത്ത് വെച്ചാൽ മതി. ഇനി ആ പരിപാടി നടക്കില്ല. അത് പോലീസിലേക്ക് വരണം, പൊതുജന സമക്ഷത്തിലേക്ക് വരണം. ഈ കാര്യം 2ഉം സമ്മതിച്ചിരിക്കണം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിലേക്ക് പ്രത്യേകമായി വന്നാൽ, എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രെഡേറ്റർ ഇത്ര വളർന്നു വലുതായത്? രാഹുൽ മാങ്കൂട്ടത്തിലെ കഥ തുടങ്ങുന്നത് പാലക്കാട് MLA ആയിട്ടല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് പലരും പറയുന്നുണ്ട് 2 വർഷം മുമ്പ് ഡൽഹിയിലെ പരിപാടിക്ക് പോകുമ്പോൾ എന്നോട് വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ലേ, ഞങ്ങൾ വേറെ പോയി നടപ്പോൾ അതല്ല, എൻ്റെ കൂടെ വരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ആ പരാതി ഞാൻ ഷാഫി പറമ്പലിന് കൈമാറി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഷാഫി പറമ്പൽ ഇന്ന് പറഞ്ഞ വരികൾ ശ്രദ്ധിക്കണം. ക്രിമിനൽ സ്വഭാവമുള്ള പരാതി
ക്രിമിനൽ സ്വഭാവമുള്ള പരാതി കിട്ടിയിട്ടില്ല എൻ്റെ കയ്യിൽ ഇതുവരെ എന്നാണ് ഷാഫി വളരെ ബോധപൂർവം ഇന്ന് സംസാരിച്ചത്. നോക്കണേ ആ വരികളിലെ ചാതുര്യത. അപ്പോൾ ആ പരിപാടിയൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി കുറേ കാലമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതിനു ശേഷം പല തവണ ഉണ്ടായതാണ്. ഇന്നലെ ഡിബേറ്റിൽ ഈ പരാതി ഉന്നയിച്ചുകൊണ്ട് അവർ പറഞ്ഞ, അവരുടെ പേര് ഞാൻ മറന്നു, ഷഹനാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണ്. സ്ത്രീകളുടെ പരാതി കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഗൗരവമായി കാണുന്നില്ല എന്നുള്ളൊരു സത്യമാണ് ഷഹനാസ് ഇന്നലെ പറഞ്ഞത്. ഒരു സ്ത്രീക്കൊരു പരാതി ഉണ്ടെങ്കിൽ എന്നോടൊരാൾ മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് കണ്ണടച്ച് കളഞ്ഞേരെ എന്നുള്ളതാണ് പൊതുരീതി. ഓർമ്മയുണ്ടോ, പണ്ടൊരു മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടുണ്ട് EK നായനാർ മന്ത്രിസഭയുടെ കാലത്ത്. ആക്ച്വലി ഇടതുപക്ഷത്തിനകത്ത് 2 മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. കോടതിയിലൊന്നും തെളിയിക്കപ്പെട്ടില്ല. പക്ഷേ കഥകളൊക്കെ എല്ലാവർക്കും വളരെ കൃത്യവും വെടുപ്പുമായി അറിയാവുന്നത് കൊണ്ട് അപ്പോഴാണ് പല ബാക്ക് ഹിസ്റ്ററികളും പുറത്തു വരുന്നത്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്ര പേർ പരാതി പറഞ്ഞുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം, ഈ പരാതി പുറത്തു വന്ന ഉടനെ സ്ത്രീകളെല്ലാവരും ഒരേ സ്വരത്തിൽ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞു. നമ്മളോട് തന്നെ പലരും വ്യക്തിപരമായി പറഞ്ഞു ഇയാളുടെ ശല്യം എത്ര പ്രാവശ്യം ആരോടൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ വലിയ വാചകം പറയുന്ന ഈ നേതാക്കന്മാരാരും അന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. അത് കോൺഗ്രസ് പാർട്ടി എന്നല്ല, ഏതു പാർട്ടിയിലും സ്ത്രീകളുടെ പരാതിക്ക് പുല്ല് വിലയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഒരു പക്ഷേ CPM കുറച്ചുകൂടെ ഈ കാര്യങ്ങളിൽ ഒരു സിസ്റ്റം, ഒരു പരാതി വന്നുള്ളത് പരാതി അന്വേഷിക്കാനുള്ള സംവിധാനം അവർക്കുള്ളതുകൊണ്ട് അവർ കുറച്ചുകൂടി ഗൗരവമായി കണ്ടിട്ടുണ്ടാകാം. പക്ഷേ അതുപോലും ശശികുമാറിൻ്റെ കാര്യത്തിൽ അവസാനം നേരെ തിരിച്ചടിക്കുകയാണ് ചെയ്തതെന്നുള്ളത് വാസ്തവം. പക്ഷേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽമാർ വളരാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പരാതികളെ ആദ്യം തന്നെ ഗൗരവത്തിൽ കാണാനുള്ള ഒരു ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകണം. രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങൾ നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിച്ചിരുന്നെങ്കിൽ, എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷാഫിയോട് ഈ പരാതി പറയുന്നത് 2 വർഷം മുമ്പാണ്. അതിനുശേഷമാണ് പാലക്കാട് അരിയിട്ട് വഴിക്കാൻ നിങ്ങളെല്ലാം ഇവിടെ കൊണ്ടുപോയത്. അങ്ങനെയാണ് പാലക്കാട് ഇന്ന് ജയിപ്പിച്ചത്. അതിനു മുമ്പ് ഇയാൾ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് മുമ്പാണ് 1-2 പരാതികൾ ഉണ്ടായത്. ഈ പരാതികളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വലിയ വർത്തമാനം പറയുന്ന പ്രതിപക്ഷ നേതാവ് അടക്കം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. ഇങ്ങനെ സ്ത്രീകൾക്കെതിരായ പരാതിയെ പുല്ല് വിലയോടെ കാണുന്ന, അത് സാരമില്ല ചില അബറേഷൻസ് ആണ് എന്ന് പറയുന്ന ഒരു രീതി, ഒരു സംവിധാനം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, സത്യത്തിൽ പൊതുസമൂഹത്തിനുണ്ട്. ഇത്തരം പരാതികളെ ഗൗരവമായി കാണാതിരിക്കുക എന്നുള്ളത് അത് അവസാനിപ്പിക്കാനുള്ള ഒരു കാലം കൂടിയാണിത്. ഒരു കാരണവശാലും ഇത്തരം പരാതികളെ ഗൗരവമായി കാണാതിരിക്കാനുള്ള ഒരു മനസ്ഥിതി മാറിപ്പോകട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഡിസംബർ 4 കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക വാട്ടർഷെഡ് മൂവ്മെൻ്റായി മാറട്ടെ. ഓക്കെ. Meet the editors.